ഹലോ നമസ്കാരം, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ഈ വീഡിയോ നമ്മൾക്ക് CGFNS എങ്ങനെ സെൽഫ് അറ്റസ്റ്റേഷൻ ചെയ്യണം എന്നുള്ള പാർട്ടാണ് നമ്മൾ ഇന്നത്തെ കാണിച്ചിരുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയാനായിട്ടുള്ളത്, ഈ നമ്മളുടെ ഇതിനകത്ത് നമ്മുടെ നാട്ടിലുള്ള എല്ലാ ഏജൻസികളും അല്ല, ചില ഏജൻസികളൊക്കെ ഇതുപോലെ യൂസർ നെയിം പാസ്വേഡൊന്നും കൊടുക്കാതെ അവർ തന്നെ സെൽഫ് അറ്റസ്റ്റേഷൻ ചെയ്യുന്ന ഒരു പ്രവണത നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്ന ഒരു അവകാശവാദം, ഞങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ടുള്ള അവകാശങ്ങളുണ്ട്, ഞങ്ങളുടെ പേര് അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അതായത് ഓതറൈസ്ഡ് പേഴ്സൺ ആ ഒരു സെക്ഷൻ ഉണ്ട്, അതിനകത്ത് ഞങ്ങളുടെ പേര് ആഡ് ചെയ്യുന്നുണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഇത് കണ്ടോ ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ് എന്ന് കരുതി നമുക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ സെൽഫ് അറ്റസ്റ്റേഷൻ ചെയ്യാൻ പാടില്ല. അവർ വ്യക്തമായിട്ട് അതിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് നമ്മളുടെ കമ്പനിയുടെ ഡീറ്റെയിൽസ്, അതായത് നമ്മുടെ കമ്പനി മാനേജറിൻ്റെ ഡീറ്റെയിൽസാണ് അതിനകത്ത് കൊടുത്തേക്കുന്നത്. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. അതായത് നമ്മളുടെ സെക്ഷന് നമ്മൾ എന്താണ് റിലേഷൻ, റിക്രൂട്ടർ, അതായത് ഈ പറഞ്ഞ കാൻഡിഡേറ്റും നമ്മളും തമ്മിലുള്ള എന്ത് ബന്ധത്തിലാണ് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്. നമ്മൾ റിക്രൂട്ടറാണ് നമ്മൾ കൊടുത്ത് നമ്മുടെ കമ്പനിയുടെ ഒഫീഷ്യൽ ഇമെയിൽ ID info@splendornewsland.nz, പിന്നെ നമ്മുടെ കമ്പനിയുടെ ഫുൾ നെയിം സ്പ്ലെൻഡോർ ന്യൂസിലാൻഡ് ലിമിറ്റഡ്. ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ ഇത് കൊടുത്തു എന്ന് കരുതി നമുക്ക് അവരുടെ സെൽഫ് അറ്റസ്റ്റേഷൻ ചെയ്യാൻ, അത് ഡിക്ലറേഷനാണ്. ഡിക്ലറേഷൻ ഒരു ഏജൻറ്റിനും ചെയ്യാനായിട്ട് ഒരു അവകാശവും ഇല്ല. ഡിക്ലറേഷൻ എന്ന് പറയാം, നിങ്ങളത് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം. അത് ഡിക്ലറേഷൻ പാർട്ടിൽ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്, ഏജൻറ്റ് ഒരിക്കലും ഇതിനകത്ത് ഈ സെൽഫ് അറ്റസ്റ്റേഷൻ ചെയ്യാൻ പാടില്ല എന്ന് അവർ വ്യക്തമായിട്ട് പറയുന്നു. ഇതാണ് CGFNS തരുന്ന അറ്റസ്റ്റേഷൻ്റെ ഒരു ഡിക്ലറേഷൻ ഫോം. ഇതിനകത്ത് എഴുതിയേക്കുന്നുണ്ട്, ടു ബി കംപ്ലീറ്റഡ് ബൈ നേഴ്സ് ആപ്ലിക്കൻറ്റ്, മസ്റ്റ് നോട്ട് ബി കംപ്ലീറ്റഡ് ബൈ ആൻ ഏജൻറ്റ്, മസ്റ്റ് നോട്ട്. ഒരു കാരണവശാലും ഈ ഓതറൈസേഷൻ എന്ന് പറഞ്ഞ ഈ സാധനം നമ്മൾ കൊടുത്താൽ പോലും അവർ ഇതിനകത്ത് പ്രത്യേകം എഴുതിയിട്ടുണ്ട് ഏജൻറ്റ് ചെയ്യാൻ പാടില്ല എന്ന്. അപ്പോൾ ഇതുപോലെ ഒരു കാൻഡിഡേറ്റ് നമ്മുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാണ്, അയ്യോ നമ്മൾ ഓതറൈസേഷൻ കൊടുക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഏജൻറ്റ് ചെയ്യാം എന്നാണ് ഞങ്ങളോട് പറഞ്ഞത് എന്ന്. അപ്പോൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഏത് ഏജൻസിയിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും പ്രത്യേകം അവരോട് ഈ യൂസർ നെയിം പാസ്വേഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അറ്റസ്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അവരോട് പറയുക, ഞങ്ങൾക്ക് ആ യൂസർ നെയിം പാസ്വേഡ് തരിക, ഞങ്ങൾ സെൽഫ് അറ്റസ്റ്റേഷൻ ചെയ്യട്ടെ, നിങ്ങളത് ചെയ്യാൻ പാടില്ല. അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മിക്ക കുട്ടികൾക്കും ഇതിൻ്റെ പോർട്ടൽ എങ്ങനെയാണ് വന്നേക്കുന്നത് ആർക്കും തന്നെ അറിയത്തില്ല. അതുകൊണ്ട് നിങ്ങളെ ഏജൻറ്റ് പറയുന്നത് നിങ്ങൾ അങ്ങോട്ട് കണ്ണടച്ചതിന് വിശ്വസിക്കും. സോ ബി കെയർഫുൾ ദിസ് വൺ. നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ഇത് ചെയ്യാനായിട്ട് അവരെ സമ്മതിക്കരുത്. നിങ്ങൾ എന്ത് ചിലപ്പോൾ എഗ്രിമെൻറ്റ് നിങ്ങൾ എഴുതി സൈൻ ചെയ്യുന്നുണ്ടാവായിരിക്കും, പക്ഷേ എഗ്രിമെൻറ്റ് എഴുതി സൈൻ ചെയ്യുന്നു എന്ന് കരുതി ഇതൊക്കെ ഈ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അവർക്ക് ചെയ്യാമെന്ന് ഒരു അധികാരവും ആർക്കും കൊടുത്തിട്ടില്ല. ഇത് നമ്മുടെ CGFNSൻ്റെ പോർട്ടൽ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ കാണുന്നതാണ്. അതായത് എംപ്ലോയ്മെൻറ്റിൻ്റെ നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ്റെ നമ്മൾക്ക് സെൽഫ് അറ്റസ്റ്റേഷൻ ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഈ പറഞ്ഞ ഇത് എംപ്ലോയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഇതുപോലത്തെ ഒരു പേജാണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് കോർണറിലായിട്ട് അത് തന്നെ സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കോർണറിൽ ഇങ്ങനെ ഒരു സംഭവം കാണാം. അപ്പോൾ ആ സ്മോൾ ബോക്സ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് ഓപ്ഷൻ വരും. ക്ലിയർ ആയി? അപ്പോൾ അങ്ങനെ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ സെൽഫ് അറ്റസ്റ്റേഷൻ അവിടെ ഫിനിഷായി. ഇതുപോലെ തന്നെയാണ് നമ്മുടെ മൊബൈൽ ഓപ്പണിൽ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ കാണിക്കുന്നത് പോലെയായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ സെയിം അതുപോലെ തന്നെ ആ ലെഫ്റ്റ് സൈഡിലെ ചെറിയ ബോക്സ് ക്ലിക്ക് ചെയ്യുക, അന്നേരം റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ മൊബൈലിനകത്ത് ഇപ്പോൾ ചിലവരുണ്ട് ഈ ലാപ്ടോപ്പ് തുറന്നു കഴിയുമ്പോൾ കാണുന്ന പോലെ ആയിരിക്കില്ല മൊബൈലിൽ വരുന്നുണ്ടോ. ഇതിനകത്ത് ഇത് മൊബൈൽ വ്യൂ ഉണ്ടോ, ഇതുപോലെ വരുന്നത്. അപ്പോൾ ലാപ്ടോപ്പിൽ വരുന്നത് വേറെ രീതിയിലാണ്, അതാണ് ഞാൻ ആദ്യം കാണിക്കുന്നത്. അപ്പോൾ ഒരു കൺഫ്യൂഷൻ വരണ്ട എന്ന് കരുതിയിട്ടാണ് രണ്ടും കൂടെ ഞാൻ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചേക്കുന്നത്. അങ്കമാലിക്കാരായ ന്യൂസിലൻഡ് സിറ്റിസൺ ആയിട്ടുള്ളവർ നേരിട്ട് നടത്തുന്ന സ്പ്ലെൻഡോർ ന്യൂസിലാൻഡ് ലിമിറ്റഡിന്റെ ബ്രാഞ്ച് ഇപ്പോൾ അങ്കമാലിയിലും. ഏറ്റവും കുറഞ്ഞ ഫീസിൽ IELTS, OET, UKVI, PTE തുടങ്ങിയവയുടെ മികച്ച നിലവാരമുള്ള ക്ലാസുകൾ. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ നഴ്സുമാർ പ്രോസസിംഗ് ചെയ്യുന്ന ഏക സ്ഥാപനം സ്പ്ലെൻഡോർ ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി പ്രൈവറ്റ് ലിമിറ്റഡ്, ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, അങ്കമാലി.